അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹല്ലി ജുസ്ഉ സാനി കിതാബുൽ ബൈ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫൈസീന ബിറിളില്ലാഹി അമ്മാ ബഅദ്. കിതാബുൽ ബൈ ഇത് കച്ചവടത്തെ സംബന്ധിച്ചുള്ള കിതാബാണ്. കച്ചവട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, കച്ചവടം. ഹുവ അത് കൗലിഹി ഒരുത്തൻ്റെ വാക്ക് പോലെയാണ്. ബിഅ്തുക ഹാദ ഇതിനെ ഞാൻ എനിക്ക് വിറ്റു. ബിക്കഥ ഇത്രക്ക് ഇതിനെ ഞാൻ ഇത്രക്ക് എനിക്ക് വിറ്റു എന്ന് പറയും പോലെയാണ് കച്ചവടം. ഫയഖൂലു അപ്പോൾ പറയും മറ്റേ ആള് ഇസ്തറൈതുഹു ബി ഞാൻ അതിന് കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് കച്ചവടം. അതിനൊരു ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരാണ്. കൗലി ഒരുത്തൻ്റെ വാക്ക് പോലെ ബിഅ്തുക ഹാദ ബിക്കഥ ഇതിനെ ഞാൻ ഇത്രക്ക് വിറ്റു. അപ്പോൾ മറ്റേ ആൾ പറയാണ് ഫയഖൂലു വൈറ് പറയും ഇസ്തറൈതുഹു ഞാൻ അതിനെ വാങ്ങി. എത്രക്കാണ് അതിനെ വാങ്ങി എന്ന് പറയും. ഇതാണിപ്പോൾ ഒരു ഉദാഹരണം കച്ചവടത്തിനേക്കുള്ള. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് വേണ്ട, എന്തൊക്കെ ആവശ്യമുള്ളത് ഇപ്പോൾ കച്ചവടത്തിനേക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഫയതഹഖഖു ബിൽ ആഖിദി വൽ മഅഖൂദ അലൈഹി കേട്ടോ. അപ്പോൾ കച്ചവടം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുക? സഹിയായ കച്ചവടം സഹിയാണെങ്കിൽ അതിനുള്ള ഉദാഹരണ സഹിതം വ്യക്തമാക്കിയപ്പോൾ ആക്കിദ് വേണം, അതായത് ഇടപാടുകാർ വേണം. ബായും മുസ്തരി അതാണ് ആക്കിദ്. മഅഖൂദലയും വേണം. എന്താ കച്ചവടം ചെയ്യുന്ന സാധനം വേണം, പൈസയും അതിൻ്റെ സമനും അതിൻ്റെ ആ സാധനം വേണം കേട്ടോ. വലഹുമാ ശുറൂത്തും തെത്തി ഇതിന് രണ്ടും കുറേ ആക്കിദിനിക്കും അതുപോലെ തന്നെ മഅഖൂദലയ്ക്കും ഇതൊക്കെ ഉണ്ട്, കുറേ ഷർത്തുകളുണ്ട്, ശേഷം വരുന്നുണ്ട്. അതൊക്കെ ശേഷം പറയും. ഒസ്സീകത്തി സീയും വേണം. അവ കൗലി ബീത്തുക്ക ഹാദാ ബിക്കഥ ഫയഖൂലു ഇസ്തറൈതു എന്ന് പറഞ്ഞു നിർത്തിയതാണ്. പറയുന്ന ആൾ വേണം, പിന്നെ സ്വീകരിക്കുന്ന ആൾ വേണം, സാധനം വേണം, അതിൻ്റെ സമന് വേണം, സീക വേണം, ഇത് പറച്ചിലും വേണം കേട്ടോ, സീയും വേണം. അപ്പോൾ ഈ 3 കാര്യം ഇവിടെ അത്യാവശ്യം. 3 കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 6ആയി. ഇത് 6 ആക്കിത് തന്നെ ഉണ്ടാകുന്നില്ലേ. ആക്കിത് പറഞ്ഞുകൊണ്ട് 2 ഉദ്ദേശം, അതായത് വായും മുസ്തരിയും, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും. മഅഖൂദലി പറഞ്ഞാൽ സമനും വേണം, അതായത് അതിൻ്റെ വിലയും വേണം, പിന്നെ മുസമ്മനും വേണം, അത് വരെ കെട്ടപ്പെടുന്ന സാധനം അതും വേണം. പിന്നെ അപ്പോൾ വലഹുമാ ശുറൂത്തൻ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ആക്കിദ് മഅഖൂദ് എന്നുള്ള ഉദ്ദേശം. അത് ആക്കിദ് മഅഖൂദ് 4 ആളായി, 4 സംഗതിയായി. ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ 2 കൂട്ടിയിട്ടുള്ളൂ. അതായത് ആക്കിദ് പറഞ്ഞോട് ബായും മുസ്തരിയും, മഅഖൂദലി പറഞ്ഞാൽ അതിൻ്റെ വിലയും സാധനം. അതിന് കുറേ ഷർത്തുകളുണ്ട്, ശേഷം വരുന്നുണ്ട്, അവിടെ നിന്ന് മനസ്സിലാക്കാം. ഒസ്സീയത്തി സീയും വേണം. അങ്ങനെ 3 ഷോർട്ടാക്കിയിട്ട് പറയാം. 3 കാര്യമാണ് ഇപ്പോൾ ബയ്യനിക്ക് വേണ്ടത്. സീയും വേണം. അല്ലത്തി ബിയായൊക്കതും അല്ലേ, അതുകൊണ്ടാണ് ഇടപാട് നടത്തുക. അങ്ങനത്തെ സീയും വേണം. ഓ ബദാ ബിയ മുസന്നിഫ് ഇതുകൊണ്ട് തുടങ്ങി, സീ കൊണ്ടാണ് തുടങ്ങിയത്. മറ്റൊന്നും ഇപ്പോൾ മഅഖൂദ് ആക്കിദിൻ്റെയും മഅഖൂദലൈൻ്റെയും ഒന്നും പ്രശ്നത്തേക്ക് കടക്കാതെ സീക കൊണ്ടാണ് മുസന്നിഫ് തുടങ്ങിയത് കേട്ടോ. ഒസ്സീകത്തി സീകയും വേണം. അപ്പോൾ 3 കാര്യം വേണം. തഹക്കക്ക് പറഞ്ഞാൽ ഉണ്ടാകും, ആക്കിദ് കൊണ്ടും മഅഖൂദലൈ കൊണ്ടും സീക കൊണ്ടും ഉണ്ടാവും. മഅഖൂദലൈക്കും ആക്കിദും കുറേ ഷർത്ത് വരുന്നുണ്ട്, ശേഷം പറയും. പിന്നെ ഒസ്സീകത്തില്ലത്തി ബിയായൊക്കതു കേട്ടോ, ഇത് ഇടപാട് നടത്തുന്ന സീയും വേണം. ഞാൻ എനിക്ക് വിറ്റു, ഞാൻ വാങ്ങി എന്ന് പറയുന്ന സീയും വേണം. ഒബദാ ബിഹ മുസന്നിഫ് സീ കൊണ്ടാണ് തുടങ്ങിയത്. കൈരി മുസന്നിഫ് അല്ലാത്തവർ തുടങ്ങിയ മാതിരി തന്നെ മുസന്നിഫ് തുടങ്ങിയത് എന്താണ്? സീ കൊണ്ടാണ്. കാരണം എന്താ സീ കൊണ്ട് തുടങ്ങാൻ കാരണം? ലിഅന്ന അഹമ്മു അതാണ് മുഖ്യമായ പ്രശ്നം, അതാണ് കേട്ടോ. അഹമ്മാണ്, അത് സീ ആണ്. ഞാൻ വിറ്റു വാങ്ങി എന്നുള്ളതാണ് മുഖ്യമായ മുഖ്യമായ സംഗതിയാണത്, അഹമ്മാണ്. പിന്നെ ലിൽ ഖിലാഫി ഫിയ അതിൽ ഖിലാഫ് ഉണ്ടായതുകൊണ്ടാണ് ഇത് അഹമ്മായത് കേട്ടോ. ആ അഹമ്മായ കാര്യമായതുകൊണ്ടാണ് ഇതിനെ മുന്തിച്ചത് മുസന്നിഫ്.
അതിൽ ഖിലാഫുണ്ട്, വേണോ വേണ്ടേ. വഅബ്ബറ അൻഹ, ഈ സീനെ തൊട്ട് മുസന്നിഫ് ഇബാറത്തിട്ടു ബിഷർത്തി, ഷർത്ത് എന്നാണ് ഇബാറത്തിട്ടത് കേട്ടോ. ഷർത്ത് എന്നാണ് അവിടെ ഉപയോഗിച്ചത്, അതായത് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഗതി. ഖിലാഫ് താബീരി, മുസന്നിഫ് ഇബാറത്തിൻ്റെ മുസന്നിഫിൻ്റെ ഇബാറത്തിനിക്ക് എതിരായിട്ട്, എവിടെ ഷറൽ മുഅ്തബിലിട്ട ഇബാറത്തിൻ്റെ എതിരായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചത്. ഷറൽ മുഅ്തബിൽ എന്താ ഇബാറത്തിട്ടത്? ഗസാലി ഇമാമിനെ പോലെ തന്നെ അനിസലാസി ഈ മൂന്നെണ്ണത്തെ തൊട്ട് ബി അർക്കാനിൽ ബൈ എന്നാണ് അവിടെ ഇബാറത്തിട്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ നേരെ എതിരായിട്ടാണ് എന്താക്കിയത് ഇവിടെ ഷർത്ത് എന്ന് പറഞ്ഞത് കേട്ടോ. ഷർത്തുൽ ബൈ ആണ് ഇപ്പോൾ ഇവിടെ എന്തായാലും ഷർത്ത് എന്നാണ് ഉപയോഗിച്ചത്. ഏകദേശമൊക്കെ ഒന്നായി വരും, ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഗതി എന്നുള്ള മാരാബുദ്ധമിന്നുവിൻ്റെ അർത്ഥത്തിന് വെച്ചാൽ മതി ഷർത്ത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ഷർത്ത് എന്നാ ചുരുക്കി പറഞ്ഞാൽ ഉപയോഗിച്ചത് മുസന്നിഫ്. ഖിലാഫ് താബീരി മുസന്നിഫിൻ്റെ ഇബാറത്തിനെതിരായിട്ട് ഫി ഷറൽ മുഅ്തബി, ഷറൽ മുഅ്തബിലുള്ള ഇബാറത്തിനെതിരായിട്ട് ഖൽ ഗസാലി, ഗസാലി ഇമാമ് പറഞ്ഞമാതിരി തന്നെ ഷറൽ മുഅ്തബിൽ മുസന്നിഫ് ഇബാറത്തിട്ട് ആ ഇബാറത്തിനെതിരായിട്ടാണ് ഇവിടെ എന്താക്കിയത് മുസന്നിഫ് ഷർത്ത് എന്നാണ് ഉപയോഗിച്ചത്. അനിസലാസത്തി, മൂന്ന് കാര്യം ഇത് ആക്കിദ്, മാക്കൂദ് അലൈ, അതുപോലെ തന്നെ സിയ. ഇതിനെ തൊട്ട് ഗസാലി ഇമാമും മുസന്നിഫ് തന്നെ ഷറൽ മുഅ്തബിൽ ഇബാറത്തിട്ടതാണ് ബി അർക്കാനിൽ ബൈ, അർക്കാനിൽ ബൈ എന്നാണ്. ആ അർക്കാനിൽ ബൈ എന്നുള്ളതിൻ്റെ നേരെ എതിരായിട്ടാണ് ഇവിടെ എന്താണ് ഉപയോഗിച്ചത് ഷർത്ത് എന്നാണ് ഉപയോഗിച്ചത്. ഫഖാല, അങ്ങനെ മുസന്നിഫ് പറഞ്ഞു ഷർത്തുഹു, ആ ബൈയിൻ്റെ ഷർത്ത് അൽ ഈജാബു, ഈജാബാണ്, സീയാണ്. ഏതാണ് ഈജാബ്? ഈജാബും കബൂലും എന്നറിയില്ലേ, ഈജാബാണ് അതിൻ്റെ ഷർത്ത്. അൽ ഈജാബു, ഏതാണ് ഈജാബിൻ്റെ ഉദാഹരണം? ബിഅ്തുക മല്ലക്തുക കേട്ടോ പോലെ, ഞാൻ നിനക്ക് വിറ്റു, അല്ലെ നിനക്ക് ഉടമയാക്കി തന്നു എന്നൊക്കെ ഇങ്ങനത്തെ വാചകങ്ങൾ ഉപയോഗിക്കലാണ് ഈജാബ് എന്ന് പറഞ്ഞാൽ. പിന്നെ വൽ കബൂലുമാണ് കേട്ടോ. ഈജാബ് അതിൻ്റെ ഷർത്ത് ഏതാണ്? ഈജാബും കബൂലാണ് അറിയില്ല. ഈജാബിൻ്റെ ഉദാഹരണം അതിൻ്റെ അടി പറഞ്ഞതാണ് കബീത്തുക്ക മല്ലക്തുക്ക എന്ന് പറയും പോലെ. വൽ കബൂലു കേട്ടോ, കബൂലുമാണ്. ഏതുപോലെ കബൂല്? ഇസ്തറൈത്തു വ തമല്ലക്തു വ കബിൽത്തു ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ സ്വീകരിച്ചു, ഞാൻ ഉടമാക്കി, അതിനെ ഞാൻ കൊണ്ടു വാങ്ങി എന്നൊക്കെ പറയാം. അപ്പം ഇതാണ് അതിൻ്റെ ഷർത്ത്. ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകം ഏതാണ്? ഇത് വേണം എന്നാ ഇപ്പോൾ പറയുന്നത്. ഏത്? സീഗ വേണം. സീഗ ഏതാണ് പോലെ? ഈജാബ് കബൂലാണ് ചെയ്യുക കേട്ടോ. ഈജാബ് കബൂല. ഈജാബ് ഏതാണ്? എനിക്ക് ഞാൻ വിറ്റു എന്ന് പറയുന്ന ബായിൻ്റെ വക്കൽ നിന്നുണ്ടാവുന്ന വാചകമാണ്. മുസ്തരിൻ്റെ വക്കൽ നിന്നുണ്ടാവുന്ന വാചകമാണ് ഇത് കബൂല്. ഐ ഫലായസിഹുൽ ബയ്യു ബിദൂനിഹിമ, അപ്പം കച്ചവടം ശരിയല്ല ഇത് രണ്ടും ഇല്ലാതെ. ഈജാബും കബൂലും ഇല്ലാതെ എന്താവില്ല, കച്ചവടം ശരിയാവില്ല. ഷർത്താണ് എന്ന് പറഞ്ഞ പോലെ ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഗതിയാണെന്നല്ല. ഫലായസിഹുൽ ബയ്യു, ബൈ എന്താണ്? സൈ ആകൂല ബിദൂനിഹിമ, ഈജാബും കബൂലും ഇല്ലാതെ. ലിഅന്നഹു മനൂത്തും ബിർറിള, അതുണ്ടോ, റിള കൊണ്ട് എന്താണ് ചുറ്റപ്പെട്ടതാണ്. ഏത്? ഞാൻ എനിക്ക് വിറ്റു, ഞാൻ വാങ്ങി എന്നത് തൃപ്തിപ്പെട്ട് തന്നതാണ്, ഞങ്ങളെ പിന്നെ അടിച്ചേൽപ്പിച്ചതല്ല എന്നൊക്കെ ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ റിള വേണം കച്ചവടമാണെങ്കിൽ. അപ്പോൾ ആ റിള ഉണ്ടാവണ അതിൻ്റെ മേലിൽ അറിയിക്കുന്ന ഒരു സംഗതിയാണേത്? ഈജാബും കബൂലും. റിളോട് കൂടെ ആകുമ്പോഴേ എന്താവുള്ളൂ, കച്ചവടമാവുള്ളൂ. ഒരാൾ 10 റുപ്യ എടുത്താണ് അവൻ്റെ സാധനം എടുത്തു പോയാൽ എന്താവില്ല, അത് കച്ചവടമാവില്ല. ഫലായസിഹുൽ ബയ്യു ബിദൂനിഹിമ ലിഅന്നഹു മനൂത്തും ബിർറിള ലഹദീസ് ഇബ്നു മാജ, ഇബ്നു മാജൻ്റെ ഹദീസിന് വേണ്ടി. ഇബ്നു മാജ അല്ലാത്തവരും ഹദീസുണ്ട്, പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹദീസ്? ഇന്നമൽ ബയ്യു അൻ തറാദിൻ എന്നാണ്. കച്ചവടമാണ് എന്ത് വേണം? തറാദി വേണം. പരസ്പരം എന്താണ്? ഇഷ്ടപ്പെടണം, പരസ്പരം തൃപ്തിപ്പെടണം. എന്നെങ്കിലും എന്താവുള്ളൂ, കച്ചവടമാവുള്ളൂ. അപ്പോൾ പരസ്പരം ഒരു തൃപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒന്നാണ് ഏത്? ഈജാബു കബൂൽ. ഞാൻ എനിക്ക് വിറ്റു, ഞാൻ വാങ്ങി. ഞാൻ എത്രയ്ക്ക് എനിക്ക് വിറ്റു? 100 റുപ്യക്ക് വിറ്റു, ഞാൻ 100 റുപ്യക്ക് വാങ്ങി എന്ന് പറയുന്ന എന്താണ്? തറാദിൻ്റെ മേൽ അറിയിക്കുന്ന, പരസ്പര ഇഷ്ടത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ് കേട്ടോ. മനൂത്തും ബിർറിള. പിന്നെ ഹദീസി
ഇബ്നു മാജ വൈരി ഇന്നമൽ ബൈഉ അൻ തറാദി വരില്ല ഖഫിയുൻ. റില്ല എന്ന് പറഞ്ഞ സാധനം എന്താണത്? മറഞ്ഞ സാധനം, അറിയില്ല, കാണൂല. ഫഅ്തുബിറമായതുല്ലു അലൈ, അപ്പോൾ പരിഗണിക്കപ്പെട്ടു, അതിൻ്റെ മേലെ അറിയിക്കുന്നത്. സാധനം കാണുമല്ലോ, കാണാത്തും പറ്റാത്തൊരു സംഗതിയാണ്, തൃപ്തി ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ മേലെ തൃപ്തിൻ്റെ മേലെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക ഈ പറച്ചിൽ, ഈ സംസാരം. ഞാൻ വിറ്റു, അപ്പോൾ അയാൾ വിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. വിൽക്കാത്ത സാധനം വാങ്ങിയിട്ട് പൈസ കൊടുത്താണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമല്ലോ, അയാൾക്ക് തൃപ്തി ഉണ്ടോ ഇല്ല അറിയില്ലോ. വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താവും? അപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചു, തൃപ്തി ഉണ്ട് എന്നുള്ളതിൻ്റെ മേലെ അറിയിക്കുന്ന ഒരു സംഗതിയാണിത്. ഐ ഫലായസിഹുൽ ബൈഉ ബിദൂനിഹിമാ, ഇജാബ് കബൂലില്ലാതെ കച്ചവടം ശരിയാവൂല. ലിഅന്നഹു മനൂത്തും ബിർറിള, റിളയായിട്ട് ബന്ധപ്പെട്ട, റിള കൊണ്ട് എന്താണ് ബന്ധിക്കപ്പെട്ടതാണ്. ഏത്? തൃപ്തി വേണം കച്ചവടത്തിന്. കച്ചവടം എന്നുള്ള പറഞ്ഞ സംഗതി കേട്ടോ. ബൈ ശരിയാവൂല ഇതില്ലാതെ. കാരണം ആ ബൈ എന്നുള്ള റിളയായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെ? ഹദീസ് ഇബ്നു മാജ, ഇബ്നു മാജൻ്റെയും ഹദീസ് അല്ലാത്തവരുടെ ഹദീസിന് വേണ്ടി. എന്താണ് ഹദീസ്? ഇന്നമൽ ബൈഉ അൻ തറാദിൻ എന്നുള്ള ഹദീസ്. വരില്ല ഖഫിയൻ, റിള എന്ന് പറഞ്ഞ സാധനം അത് ഖഫിയാണ്, മറിഞ്ഞെടുക്കുന്നതാണ്. ഫഅ്തുബിറമായതുല്ലു അലൈ, അപ്പോൾ പരിഗണിക്കപ്പെട്ടു. എന്ത്? മായതുല്ല, അതിൻ്റെ മേലെ അറിയാൻ, മറിഞ്ഞ സാധനം അറിയാൻ അതിൻ്റെ മേലെ അറിയിക്കുന്ന ഒന്നിനെന്താക്കി ഇത്തിബാർ ചെയ്തു. മിനൽ ലഫ്ളി, ലഫ്ളിനാൽ. അപ്പോൾ ലഫ്ളിനാൽ അതിനെ മേലെ അറിയിക്കണം, തൃപ്തി ഉണ്ടോ ഇല്ല എന്നുള്ള ലഫ്ള് കൊണ്ട് കണ്ട് അറിയണം. അല്ലാതെ വേറെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണല്ലോ ഈ റിള പറഞ്ഞ. വരില്ല ഖഫിയും ഫഅ്തുബിറമായതുല്ലു അലൈ, ആ ഖഫിൻ്റെ മേലെ അറിയിക്കുന്ന ഒന്ന് ഇത്തിബാർ ചെയ്തു. ബിൽ ലഫ്ളി, മിനൽ ലഫ്ളി, ലഫ്ളിനാൽ. അപ്പം ഫല ബൈ ഇല്ല, ബിൽ മുആത്താത്തി, മുആത്താത്ത് കൊണ്ട് ബൈ ഇല്ല കേട്ടോ. മുആത്താത്ത് ആണ് ഇങ്ങോട്ട് കൊടുക്കുക, വാങ്ങുക. അതായത് നമ്മളിപ്പോൾ ചെയ്യണ സംഗതി എന്താണ്? ആ സാധനം എടുത്തു, പൈസ അങ്ങോട്ടും കൊടുത്തു. മുആത്താത്ത്, അതിൽ ഈജാബും കബൂലൊന്നുമില്ല. ഞാൻ എനിക്ക് തന്നു, ഞാൻ വാങ്ങി എന്നുള്ള പരിപാടികൾ, ആ വാക്കുകളൊന്നുമില്ല. കൊടുത്തു, അങ്ങോട്ടും കൊടുത്തു, ഇങ്ങോട്ടും കൊടുത്തു, പൈസയും കൊടുത്തു കേട്ടോ. പിന്നെ ഇവരെല്ലാം തക്കാളി പറഞ്ഞാണ് എന്താക്കി, തക്കാളി പറഞ്ഞാൽ അവരെല്ലാം തക്കാളി എനിക്ക് വേണം, എനിക്ക് വേണം. മറ്റാളെ എടുത്തു കൊടുക്കലോട് കൂടെ എന്താണ് ഇങ്ങോട്ട് കൊടുത്തു ഒരാൾ. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മുആത്താത്ത് മാത്രം ചെയ്തു. ഞാൻ എനിക്ക് വിറ്റു, ഞാൻ വാങ്ങി എന്നുള്ള വാക്കുകളൊന്നുമില്ല. അങ്ങനെ ഈ മുആത്താത്ത് കൊണ്ട് എന്താവില്ല, കച്ചവടം ശരിയാവില്ല എന്നാണ്. അപ്പം ഇത് സഹിയാവൂല എന്ന് നോക്കുമ്പോൾ ഫലായ ബയ്യ ബിൽ മുആത്താത്തി, മുആത്താത്ത് കൊണ്ട് ബയ്യില്ല. യുറദ്ദു കുല്ലും മാ ഖദഹു, അങ്ങനെ വാങ്ങിയൊക്കെ എന്താണ് തിരിച്ചു കൊടുക്കണം ഓരോരുത്തരും കേട്ടോ, തിരിച്ചു കൊടുക്കണം. യുറദ്ദു കുല്ലും മാ ഖദഹു കേട്ടോ. വാങ്ങി ഒന്നുണ്ടല്ലോ തിരിച്ചു കൊടുക്കണം. മാ ഖദഹു ബിഹ, ഈ മുആത്താത്ത് കൊണ്ട് പിടിച്ചൊന്ന്, വാങ്ങി ഒന്ന് തിരിച്ചു കൊടുക്കണം ഓരോരുത്തരും. അത് ബദലല്ലേ, ബദല്. കാരണം മുആത്താത്ത് കൊണ്ട് വാങ്ങിയോണ്ടെന്നാണ് എന്താ, പിന്നെ എന്താക്കി ഉപയോഗിച്ച് സംഗതി കഴിഞ്ഞു. അപ്പം എന്താണ് അതിൻ്റെ ബദല് കൊടുക്കണം. ഇൻ തരിഫ, അത് നശിപ്പിച്ചാൽ അവൻ വാങ്ങിയ സാധനം എന്തായി, അവൻ നശിപ്പിച്ചാണ് മുആത്താത്ത് കൊണ്ട് വാങ്ങിയ. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് സഹിയാണെങ്കിൽ എന്നാൽ ഈജാബും കബൂലാണം. അപ്പോൾ ഈജാബും കബൂലില്ലാതെ വാങ്ങിയൊക്കെ എന്താണ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. എന്നാൽ കച്ചവടമായിട്ടില്ല, അതുകൊണ്ടാണ് കീല ഫീ കുല്ലും. അപ്പോൾ മാ ഖദഹു ബിഹ, അപ്പോൾ മുആത്താത്ത് കൊണ്ട് പിടിച്ചൊന്ന് എന്താക്കണം, തിരിച്ചു കൊടുക്കണം. ഔ ബദലല്ലേ, ബദല് കൊടുക്കണം. ഏത് പിടിച്ചു കൊടുക്കാൻ കഴിയണില്ല, ബദലെന്താ, അപ്പോൾ അതെന്തായാലും ചിലവാക്കി. എപ്പോൾ തെലിപ്പ അല്ലെ നശിച്ചു, തെലിപ്പ നശിച്ചു വയ്ക്കണമെങ്കിൽ എന്താക്കണം, ബദലിനെ കൊടുക്കണം. ഒക്കീല എണ്ണക്കെതുബിയ, ഒരു കീലുണ്ട്. എന്ത്? ആ കീലമ്മ പിടിക്കുക നമുക്ക്. എണ്ണക്കെതുബിയ, അത് മതി. ആ മുആത്താത്ത് മതി. ഫിൽ മുഹക്കറിൽ, ചെറിയ ചെറിയ സാധനങ്ങളിലൊക്കെ
സാബും വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പത്തിരി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ റൊട്ടി വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ കടയിൽ നിന്നുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങുന്നതിൽ അത് മതി, കുഴപ്പമില്ല, എൻ്റെ ആവശ്യമില്ല. ഞാൻ എനിക്ക് വിറ്റു, അരി വാങ്ങുമ്പോൾ ഞാൻ അരി എനിക്ക് വിറ്റു, ഒരു ചാക്ക് അരി എനിക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ എൻ്റെ ആവശ്യമില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൽ എന്തില്ല, നിസ്സാരമായ സംഗതികളിൽ ഒന്നും എന്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അതിൽ പോത്തും ഒരു സ്ഥലമൊക്കെ വെക്കുമ്പോൾ മതി, ഈ സ്ഥലം എനിക്ക് അത്രക്ക് വിറ്റു, ഞാൻ സ്ഥലം ഞാൻ അത്രക്ക് വാങ്ങി എന്നൊക്കെ പറയാം, അല്ലെ ഇപ്പോൾ ഈ പോത്തിനെ അത്രക്ക് വിറ്റു, ഇത്രക്ക് വാങ്ങി എന്നൊക്കെ പറയാം. അങ്ങനത്തെ വലിയ വലിയ സംഗതികളിലൊക്കെ എന്തുള്ളൂ, ഈ ഇജാബ് കബൂലിൻ്റെ ആവശ്യമുള്ളൂ. ചെറിയ ചെറിയ സംഗതികളിലൊന്നുമില്ല, ഇജാബ് കബൂലിൻ്റെ ആവശ്യമില്ല. അപ്പം എന്താക്കും, കുഴപ്പമില്ല. കീല ബി കുല്ലിമാ കീല, ഒരു കീലുണ്ട്, അത് ശരിയാവും, കച്ചവടം ശരിയാവും. ഫീ കുല്ലിമാ യുഅദ്ദു ഫീ ഫിൽ മുഹക്കറിൽ, അതായത് നിസ്സാരമായ ചെറിയ ചെറിയ സംഗതികളിലൊക്കെ സാധാരണയിൽ കൊറത്തുൽ ഖബ്സിൻ, ഒരു പത്തിരിൻ്റെ ഒരിലം പത്തിരി, അല്ലെങ്കിൽ റൊട്ടി, ഇങ്ങനെ റാത്തിൽ റൊട്ടി, അല്ലെങ്കിൽ ഹിസ്മത്ത് ബക്കലി, ഒരു ചീരക്കെട്ട്, ചീരൻ്റെ കെട്ട്, ചീരൻ്റെ കെട്ട് എടുക്കുക, 10 റുപ്യ കൊടുക്കുക, കൊണ്ടുവരിക. ഹിസ്മത്ത് ബക്ക്, ഇങ്ങനത്തെ ഈ നിസ്സാര ഈ ചെറിയ സംഗതികളിലൊന്നും എന്തില്ല, ഈജാബ് കബൂലിൻ്റെ ആവശ്യമില്ല. വക്കീല, ഒരു കീലുണ്ട്, ഇത് ശരിയാവും. ഫീ കുല്ലിമാ യുഅദ്ദു ഫീഹി ബയ്യൻ, കേട്ടോ, എണ്ണും, കച്ചവടമായിട്ട് എണ്ണും. ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് അത് സാധനം ഉണ്ട് വാങ്ങാൻ അതിൻ്റെ പൈസ കൊടുക്കാതെ കച്ചവടമായിട്ട് എണ്ണുന്നതിലൊക്കെ എന്താവും, ശരിയാകും, കേട്ടോ. ഫീ കുല്ലിമാ യുഅദ്ദു ഫീഹി, എല്ലാത്തിലും ശരിയാവും. പിന്നെ യുഅദ്ദു ഫീഹി ബയ്യൻ, അതിൽ ബയ്യായിട്ട് കണക്കാക്കുന്ന ഏതൊന്നിലും എന്താവും, ഫീ കുല്ലിമാ യുഅദ്ദു ഫീ ബയ്യൻ ബി ഖിലാഫി ഗൈരിഹി, ബയ്യായിട്ട് കണക്ക്, ഒരു പോത്തിനെ പിടിച്ചു കൊണ്ടിരുമ്പോൾ ഗദ്ദവാബി, മൃഗം പോലെ, ആക്കാറ് പോലെ. അപ്പോൾ അതെന്താണ്, അജാതി വലിയ വലിയ സംഗതികളിലൊക്കെ എന്ത് വേണം, ഇജാബും കബൂലും വേണം, കേട്ടോ. ദവാബ്, മൃഗങ്ങൾ, ആക്കാറ്, തോട്ടങ്ങൾ, ഇതിലൊക്കെ വേണം. അല്ലാത്തതിൽ നമ്മൾ ഈ ചെറിയ സംഗതിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ കച്ചവടമായിട്ട് കൂട്ടുന്നത്, ഒരില്ലാം തക്കാളി എടുത്താണ്ട് അതിന് 10 റുപ്യ കൊണ്ട് കൊടുത്തു, അങ്ങനെ ചെയ്യുന്ന സംഗതികളിലൊക്കെ എന്താണ്, അത് കച്ചവടമായിട്ടാണ്. ഇജാബ് കബൂലിൻ്റെ ആവശ്യമില്ല, ഇജാബ് കബൂലില്ലാതെ തന്നെ ശരിയാകും. ഫീ കുല്ലിമാ യുഅദ്ദു ഫീ ബയ്യൻ ബി ഖിലാഫി ഗൈരി, മറ്റുള്ള എനിക്ക് മാറുകൊണ്ട്, എണ്ണാത്തതിന് മാറുകൊണ്ട്. കദ്ദവാബി, മൃഗങ്ങൾ, വല്ലാക്കാറി, തോട്ടങ്ങൾ, പറമ്പ്, ഇതൊക്കെ കച്ചവടം, സ്ഥലം ഉണ്ടല്ലോ, സ്ഥല കച്ചവടം, ഇതൊക്കെ. മുഖ്താറുൽ മുസന്നിഫ് ഫി റൗളത്തി വൈരിയ, മുസന്നിഫ് ഇതിലെയാണ് മുഖ്താറാക്കിയത്. വലിയ വലിയ സംഗതിയിലൊക്കെയാണ് ഈജാബ് കബൂൽ വേണ്ടത്. ചെറിയ ചെറിയ പരിപാടിയിലൊന്നും എന്തെൻ്റെ ആവശ്യമില്ല, ഈജാബ് കബൂലില്ലാതെ തന്നെ ശരിയാകും എന്നാണ് മുസന്നിഫ് മുഖ്താറാക്കിയത്, റൗളയിലും അല്ലാത്തടത്തുമൊക്കെ. വയജൂസു, ഇനി പറ്റും, തഖദ്ദുമു ലഫ്ളിൽ മുസ്തരി, മുസ്തരിൻ്റെ ലഫ്ള് മുന്താം, മുസ്തരി വാങ്ങുന്ന ആളെ ഇത് മുന്താം, ഞാൻ ഇതിനെ വാങ്ങിയ, കേട്ടോ. അപ്പം അല ലഫ്ളിൽ ബായി, ഞാൻ വിറ്റു എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഞാൻ വിറ്റു, ഞാൻ സ്വീകരിച്ചു എന്നല്ല വേണ്ടത്. ഇത് നേരെ മറിച്ച് ആദ്യം തന്നെ വാങ്ങുന്ന ആളെ ഇത് മുന്തി, വാങ്ങുന്ന ആളെ ലഫ്ള് എന്തായി മുന്തി, അത് പറ്റും. വയജൂദു, പറ്റും, തഖദ്ദുമു ലഫ്ളിൽ മുസ്തരി, മുസ്തരിൻ്റെ ലഫ്ള് മുന്താൻ പറ്റും, അലാ ലഫ്ളിൽ ബായി, വിൽക്കുന്നവൻ്റെ ലഫ്ളിനെക്കാണ്, വാചകത്തിനെക്കാണ്, എടാ, വാങ്ങുന്നവൻ്റെ വാചകം മുന്താം, ആരെ വാചകത്തേക്കാണ്, വിൽക്കുന്നവൻ്റെ വാചകത്തിനേക്കാൾ. ലിഹ്സൂനിൽ മഖ്സൂദി മഅദാലിക, ഇതോടുകൂടെ സംഗതി കരസ്ഥമാകുന്നുണ്ടല്ലോ, ഉദ്ദേശം കരസ്ഥമാകുന്നുണ്ട്, ഉദ്ദേശം ശരിയാകുന്നുണ്ട്. അതുകൊണ്ട് എന്താക്കാം, മുസ്തരിൻ്റെ വാക്ക് മുന്താം, ബായിൻ്റെ ലഫ്ലിനെക്കാണ്, വാക്കിനെക്കാണ്. ഓ മനാൽ ഇമാമോ, ഇമാമ് തടഞ്ഞിട്ടുണ്ട്. തഖദ്ദുമു കബിൽത്തു മുന്തല്, കേട്ടോ, കബിൽത്ത് മുന്തൽ, ഞാൻ സ്വീകരിച്ചു എന്ന് ആദ്യമാണ് പറയല്ലേ, അത് പറ്റൂല എന്ന് ഇമാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വീകരിച്ചു പറയാം, എന്ത് സ്വീകരിച്ചു എന്ന്, ഞാൻ വാങ്ങി എന്നൊക്കെ പറയണതല്ലേ ഞാൻ. അപ്പോൾ അത് ഇമാം അതിനെന്താക്കിയിട്ടുണ്ട്, പിന്നെ തടഞ്ഞിട്ടുണ്ട്, ഇമാമ് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്മ റാഫി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, മുസന്നിഫും ബിജവ പറ്റും,
മുസന്നിഫും റാഫി ഇമാമും ഒക്കെ എന്താ പറഞ്ഞത്? കുഴപ്പമില്ല എന്നാണ്, കബിൽത്ത് മുന്തുന്നതിന് കുഴപ്പമില്ല എന്നാണ് കേട്ടോ. ഇമാമ് അങ്ങനെ കബിൽത്ത് മുന്താൻ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ്. വൽ മുസന്നിഫും റാഫി ഇമാമും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ബിജവാദി അത് പറ്റുന്നു. എവിടെ? ഫി ജവാദി ഫി അഖദിൻ നിക്കാഹ് ചെയ്യുന്നിടത്ത് കബിൽത്തു എന്ന് ആദ്യം പറയാം കേട്ടോ. സവ്വജ്തുക ബിൻതി ഫാത്തിമത്ത എന്നൊരാളാണ്ട് പറഞ്ഞു. അപ്പം തന്നെ കബിൽത്തു എന്ന് ആദ്യം പറയാം ആ സ്ഥലത്ത്. അപ്പോൾ മൂപ്പര് പറയുന്നതിൻ്റെ മുമ്പ് എന്താ കബിൽത്തു മുന്താൻ പറ്റും എന്നാ പറയുന്നത്. വൽ ബയ്യു മിസ്ലു. അപ്പം ഇമാമും വരൊക്കെ പറഞ്ഞെന്താണ്? ജദമൽ റാഫിയു മുസന്നിഫും ബി ജവാദിഹി എവിടെ പറ്റും? എവിടെ? അഖദിൻ നിക്കാഹിൽ ഇത് പറ്റും എന്നൊരു ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വൽ ബയ്യു മിസ്ലു, കച്ചവടം അതേമാതിരി തന്നെയാണ്. വഹാദ നാദിറുൽ മഅന വല്ല പോലില്ലഫ്ലി. ഇതിപ്പോൾ അർത്ഥം കൊള്ള നോക്കിയിട്ട് അർത്ഥം കൊള്ള നോക്കിയിട്ട് ഇപ്പോൾ സംഗതി ശരിയാവുണ്ടല്ലോ. ഞാൻ സ്വീകരിച്ചു എന്നായിക്കോട്ടെ, വാങ്ങി എന്നുള്ള അർത്ഥം തന്നെയല്ല, അർത്ഥത്തിൽ തന്നെയല്ലേ വരുന്നത്. മറ്റേ ലഫ്ലിൽ ഞാൻ വിറ്റു, ഞാൻ വാങ്ങി, ഞാൻ വിറ്റു, അത് ലഫ്ല് ഉള്ള നോക്കുമ്പോൾ മറ്റും ശരിയാണ്, മഅന ഉള്ള നോക്കുമ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ മനാൽ ഇമാമു തഖദ്ദമ കബിൽത്തു മുന്തലീന ഇമാം തടഞ്ഞിട്ടുണ്ട്, പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. റാഫി ഇമാമും മുസന്നിഫും അത് പറ്റും. എവിടെ? നിക്കാഹിൻ്റെ ഇടപാടില്ല, നിക്കാഹിലൊക്കെ ഇങ്ങനെ എന്തൊക്കെ കബിൽത്ത് മുന്താൻ പറ്റും എന്ന് പറഞ്ഞു ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ബയ്യും അതേമാതിരി തന്നെയാണല്ലോ. വൽ ബയ്യു മിസ്ലു വഹാദ നാദിറൻ ഇലൽ മഅന. ഇപ്പറഞ്ഞത് മഅന ഉള്ള നോക്കിയിട്ടാണ്. ആദ്യം പറഞ്ഞതോ ലഫ്ള് ഉള്ള നോക്കിയിട്ടാണ്. ലഫ്ള് ഉള്ള ശരിയാണ്, ഇത് മഅന ഉള്ള നോക്കുമ്പോൾ എന്താണ്? ശരിയാണ്. ഒലവ് കാല ഞൊരുത്തം പറഞ്ഞു ബീനി കേട്ടോ, വിൽക്കുക. അപ്പോൾ മറ്റേ ആളാണ് എനിക്ക് വിറ്റുക. എന്നാൽ ഇന്ന കഥ ഇവിടെ നിന്ന് എന്താണ്? കച്ചവടം ശരിയാകും. ഇന്ന കഥൽ ബയ്യു ഫിൽ അള്ളേരി അള്ളേറെ അഭിപ്രായത്തിൽ ഇത് എന്താ എനിക്ക് വിൽക്കതേ തന്നു, ഞാൻ എനിക്ക് വിറ്റു പറഞ്ഞു. എന്താ അങ്ങനെ ആയാൽ? അപ്പോൾ ഇവിടെ ലഫ്ള് മുന്തിയൊക്കെ ആണല്ലോ, ഇസ്റൈത്വ മുന്തിയൊക്കെ എന്താ സ്ഥാനത്തേക്ക് എന്നാണല്ലോ ബീനി പറഞ്ഞത്. അള്ളേറെ അഭിപ്രായത്തിൽ ഇതിന് കുഴപ്പമില്ല. ഇത് ദലാലത്ത് ബീനി അറിയിച്ചു അല റിള. ഇത് ബീനിയെ തൃപ്തിയാണല്ലോ. ഒക്കെ വിൽക്കുമെന്ന് വെച്ചാൽ മോനിപ്പോൾ വാങ്ങാൻ തൃപ്തി ഉണ്ട് എന്നാണല്ലോ വരുന്നത് അല്ലേ? റിളൻ്റെ മേലെ അറിയും. റിളയാണല്ലോ അതിൽ മാനദണ്ഡം. ആ റിള ഉണ്ടോ ഇല്ല എന്നാണ് അറിയേണ്ടത്. അത് അറിയുന്നുണ്ട്. വസാനി താനിക്കാരിൽ എന്നൊക്കെ തോത് ശരിയാവില്ല. ലിഹ്തിമാലി അതിന് ബീനി ചാൻസ് ഉണ്ട്. ലിസ്തിബാനത്തി റബ് ആഗ്രഹം പ്രകടിപ്പിച്ച വാങ്ങാനൊന്നാവില്ല. അത് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു എന്നേ ഉണ്ടാവുള്ളൂ. വാങ്ങണം എന്നൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ബീനി പോരാ. അതാണ് എൻ്റെ മുക്കാബലയാണ്. വസാനിലായ എന്നൊക്കെതോ ലിസ്തിമാലി ബീനി ചാൻസ് ഉണ്ട്, സാധ്യമാണ്. ലിസ്തിബാനത്തി റബത്തി ഉണ്ടോ? വെളിവാക്കാൻ വേണ്ടി. റബ്ബത്ത് ആഗ്രഹം, ആഗ്രഹം എന്താക്കാൻ വേണ്ടി, വ്യക്തമാക്കാൻ വേണ്ടി അതാവാം. ഏത്? ബീനി കൊണ്ട് ഉദ്ദേശം അവന് വാങ്ങണം എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. ഒബിയാദി ഇസ്സീകത്തി ഇസ്സീക കൊണ്ട്, ഈ സീക കൊണ്ട് ഈ സീക കൊണ്ട് ഈ സീക കൊണ്ട് എന്ത്? ഒബിഹാദി സീഗത്തി തഖ്ദീറൻ അൽ ബൈഉ ളിംനിയു ഫി ആതിക് അബ്ദിക അന്നി ബിക്കദ. കേട്ടോ, അവധിയിൽ എന്തില്ല? തഖ്ദീറിൽ എന്ത് വരുന്നുണ്ട്? ഇങ്ങനത്തെ സീഗയിൽ ഒരു തഖ്ദീറൻ ബൈ ഉണ്ട്. തഖ്ദീർ സാങ്കല്പിക എന്താണ്? ബൈയാണ്. ഇങ്ങനത്തെ സീഗയിൽ എന്താണ്? ഒരു സാങ്കല്പിക ബൈയാണ്. സ്വരി എന്നെടുക്കില്ല. ഈ സീ പറഞ്ഞാൽ ലഫ്ള് മുന്തിയതാ പോയി പറഞ്ഞത്. ഇക്ക് വിക്ക് എന്ന് പറഞ്ഞു കൊടുത്ത്. ഈ സീ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അതാണ്. ഇത് ലഫ്ള് മുന്തിയത്, അതായത് മുസ്തരിൻ്റെ ലഫ്ള് മുന്തിയെടുത്ത്. ഇങ്ങനത്തെ സീഗയിൽ എന്തുണ്ട്? തഖ്ദീറ നിലക്ക് ഉള്ള ഈ സീഗയിൽ ഉണ്ട് അൽ ബൈഉ ളിംനിയു, ഒരു ഉള്ളുകൂടെ ഒരു കച്ചവടമാണ്. ളിംനിയായ ബൈയാണ് ഇവിടെ ഉള്ളത്.
എവിടെ ഉള്ളേ? ഫി ആയത്തിക്ക് അബ്ദക്ക അന്നി എന്ന് പറഞ്ഞു കൊടുത്തുള്ള. ഈ ആയത്തിക്ക് അബ്ദക്ക അന്നി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തുണ്ട്? ഒരു ഒരു കച്ചവടം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ, ഇതിൻ്റെ മുന്നിൽ. ആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.